സി കേരളം കുടുംബം അവാർഡ് 2024 റെഡ് കാർപ്പറ്റ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ നഗര സമൂഹമായ അറബിക്കടലിന് റാണി എന്നറിയപ്പെടുന്ന മധ്യ കേരളത്തിലെ വാണിജ്യ നഗരം കൊച്ചിയിലാണ്. നിങ്ങളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് കേരളക്കര കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പുരസ്കാര ദിശയിലേക്കാണ്. സി കേരളം കുടുംബ അവാർഡ് 2024. സംഗീതവും നൃത്തവും കോമഡിയുമായി മലയാള ചലച്ചിത്ര ടെലിവിഷൻ താരങ്ങൾ ഒന്നിക്കുന്ന ബ്രഹ്മാണ്ഡ താരനിശ. സി കേരളം കുടുംബ അവാർഡ് 2024. ഈ ചുവന്ന പരവതാനിയിലൂടെയാണ് നമ്മുടെ ഇഷ്ടതാരങ്ങൾ കടന്നു വരുന്നത്. അവരുടെ ഇഷ്ടങ്ങളും എക്സ്ക്ലൂസീവ് വിശേഷങ്ങളും നമുക്ക് ചോദിച്ചറിയാം. Are you ready? സി കേരളം കുടുംബ അവാർഡ് 2024 റെഡ് കാർപ്പറ്റ്. സി കേരളം റെഡ് കാർപ്പറ്റിൽ ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്ന മോസ്റ്റ് വെയിറ്റഡ് ഗസ്റ്റ് ആയിരുന്നു കലാരഞ്ജിനി മാം. വെൽക്കം, സ്വാഗതം. സി കേരളത്തിൽ ആദ്യമായിട്ടാണ് അവാർഡ് ഷോ വരുന്നത്, അതിന്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ സി കേരളം വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. കാരണം മറ്റ് ചാനലുകൾ എല്ലാ ചാനലും ഹൈയസ്റ്റ് ആണ്, അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കുകയാണ് സി കേരളം. എല്ലാം നല്ല സീരിയലുകൾ, നല്ല കഴിവുള്ള ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്താണ് അവർ ഓരോ സീരിയലും ചെയ്യുന്നത്. നല്ല പേര്, ഞങ്ങളൊക്കെ ഫാനാണ്. ആണോ? എല്ലാ എപ്പിസോഡും അല്ലെങ്കിൽ എല്ലാ സീരിയൽസും കാണാറുണ്ട്? മിക്കതും കാണാറുണ്ട്. കുടുംബശ്രീ ശാരദയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ജനപ്രിയ ഒരു സീരിയൽ ഏതായിരിക്കും എന്നാണ് തോന്നുന്നത്? ഗസ് ചെയ്യാൻ പറ്റും അവാർഡ് കിട്ടുന്നത്? എനിക്ക് തോന്നുന്ന കുടുംബശ്രീ ശാരദയായിരിക്കും ഫേവറേറ്റ് ആയിട്ടുള്ള സീരിയൽ. നല്ല നന്നായിട്ടുണ്ട്, അതിന്റെ മേക്കിംഗ് നന്നായിട്ടുണ്ട്. കൃഷ്ണകുമാർ, ജനാർദ്ദൻ സാറ്, പിന്നെ ബാക്കിയല്ല നല്ല ആർട്ടിസ്റ്റുകളും ഉണ്ട്. തീർച്ചയായിട്ടും അതിനാണ് പ്രതീക്ഷിക്കുന്നത്. സി കേരളം കുടുംബ അവാർഡ് ഫസ്റ്റ് ടൈം ആണ് സി കേരളത്തിലെ ഒരു കുടുംബ അവാർഡ് വരുന്നത്. അതിന്റെ ഒരു സന്തോഷം എത്രത്തോളം? അതിന്റെ സന്തോഷം ഡെഫിനറ്റ്. സി കുടുംബം എന്ന ടൈറ്റിൽ ട്രാക്ക് പോലും ഞാൻ ചെയ്ത്. അപ്പോ സി ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അവാർഡ് കണ്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ വലിയൊരു സന്തോഷം. കാരണം സി എൻ്റെ ഒരു കുടുംബം പോലെയാണ്. കാരണം സി തുടങ്ങിയ തൊട്ട് അതിന്റെ ലോഗോ കാണിക്കുമ്പോൾ മ്യൂസിക് തൊട്ട് എനിക്ക് തോന്നുന്നു 80% മ്യൂസിക് എൻ്റെ മ്യൂസിക്കാണ്. പല ടൈറ്റിൽ ട്രാക്സ് ആണെങ്കിലും പ്രൊമോ സോങ്സ് ആണെങ്കിലും ഒക്കെ എൻ്റെ മ്യൂസിക്കാണ്. വളരെ പ്രൗഡായിട്ട് നമുക്ക് പറയാൻ പറ്റും. വളരെ നന്നായിട്ട് എക്സ്പെരിമെന്റ് ചെയ്യാനും വളരെ നല്ല രീതിയിലൊരു ഔട്ട്പുട്ട് കൊടുക്കാനും പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി കേരളത്തിലുള്ള ടെക്നീഷ്യൻസ് അത്രയും കിഡിലൻ ടെക്നീഷ്യൻസ് ആണ്. അപ്പൊ അവര് സിനിമ കൺസീവ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അതിനും മേലെ വളരെയധികം എക്സ്പെൻസും ഇറക്കിയിട്ടും ഒരു ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ പ്രൊമോസ് ചെയ്ത് തരാറുള്ള ടെക്നീഷ്യൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമകളുടെ തിരക്കുകളിൽ ഇരിക്കുകയാണെങ്കിൽ അത് മാറ്റിവെച്ച് സീന് വേണ്ടി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് പലപ്പോഴും. അപ്പോ അങ്ങനെ ഒരു അടുപ്പം കൂടെ സി ആയിട്ടുണ്ട്. ഇന്നിപ്പോ ഇങ്ങോട്ട് വരുന്ന മുന്നേ പോലും 2 പ്രൊമോസ് കൊടുത്തിട്ട് ഞാൻ വന്നു. നങ്ങേലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ, ചങ്ങാതിവാവേ നിന്നോടു കൂടെ കണ്ണായി ഞാനില്ലേ, ചെറുനാട്ടുപാതകളിൽ കനവിൻ്റെ മാമലയിൽ തളരാതെ നീ ചുവടേറവേ തണലായി ഞാനരികെ. അതുല്യ പ്രതിഭയ്ക്കരികിലേക്ക് മഹാനടൻ. പലപ്പോഴും ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരങ്ങൾ കിട്ടുന്നില്ല. സി കേരളം എക്സ്ക്ലൂസീവ്. ഒരു പരിചയക്കാരൻ എന്ന് പറയാൻ അന്ന് ജനാർദ്ദൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ. ഈറനണിഞ്ഞ് കണ്ഠമിടറി മമ്മുക്ക. മറ്റുള്ളവരോട് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കുണ്ടായ ഒരു ആത്മധൈര്യം. സി കേരളം കുടുംബം അവാർഡ് ഇന്നും നാളെയും രാത്രി 7 മണിക്ക്. സി കേരളം കുടുംബം അവാർഡ്സ് 2024 നമ്മളോടൊപ്പം ഉള്ളത് സൈജു കുറുപ്പ്. ഹലോ ചേട്ടാ, സുഖാണോ? ഭരതനാട്യത്തിന് വേണ്ടി ഭരതനാട്യം പഠിച്ചോ? അതൊരു നല്ല ചോദ്യമാണ്. നമ്മുടെ ജീവിതത്തില് ഭരതനാട്യം കളിച്ചിട്ടുണ്ട്. ഞാൻ ഈ സെയിൽസിലൊക്കെ അഭിനയിക്കുമ്പോൾ സെയിൽസിലുള്ളവർക്കൊക്കെ അത് മനസ്സിലാവും. നമ്മള് ബോസിന്റെ മുമ്പിലൊക്കെ ഭരതനാട്യം കളിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളത് കാരണം പിന്നെ അത് അഭിനയിക്കാൻ ഈസി ആയിരുന്നു. വാത്സല്യത്തിന്റെ
നമ്മുടെ സ്വന്തം രാജലക്ഷ്മി അമ്മയാണ് ഇന്ന് റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്വാഗതം അമ്മ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഞാൻ സി കേരളയുടെ ആദ്യത്തെ അവാർഡ് ഫംഗ്ഷന് വന്നിരിക്കുകയാണ്. നമ്മുടെ ഒരു കുടുംബത്തിലെ അവാർഡ്. ഒത്തിരി സന്തോഷമുണ്ട്. സിക്ക് ഒരുപാട് നന്ദി പറയുന്നു. അത്ര നന്നായിട്ട് ചെയ്തിരിക്കുന്നു. ഒരു അതിനകത്തുള്ള ലൈറ്റപ്പ് അതിനകത്തൊക്കെ കണ്ടപ്പോഴത്തേക്കും ശരിക്കും ഒരു ഭയങ്കര ഞെട്ടിപ്പോയി. കണ്ണിൽ കുളിർമയേക്ക് റെഡ് കാർപ്പറ്റിലേക്ക് നടന്നു കയറി വരുന്നത് നമ്മുടെ സ്വന്തം ലക്ഷ്മിയാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യണം. എന്തൊക്കെയാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ സി കേരളയിലെ ആദ്യത്തെ അവാർഡ് ഷോ ആണ്. അതിന്റെ ഒരു സന്തോഷം നമുക്കുണ്ട്. ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയാണ്? അഗൈൻ മൈ ഫസ്റ്റ് റെഡ് കാർപ്പറ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ അകത്ത് കയറണം, പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഐ എം റിയലി എക്സൈറ്റഡ്. ഇനി അകത്തുള്ള പ്രോഗ്രാംസ് ഒക്കെ കണ്ട് ആസ്വദിക്കണം. ഒരവസരം കിട്ടുകയാണെങ്കിൽ മമ്മൂക്കിയോട് എന്തായിരിക്കും പറയാം? എനിക്ക് മമ്മൂട്ടിയുടെ ഡയറ്റ് പ്ലാൻ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇത്രയും ഏജിൽ ഇത്രയും യങ് ആയിട്ട് ഇരിക്കുക, അതിൻ്റെ ഒരു സീക്രട്ട് എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയും സുന്ദരിയായി വന്ന സ്ഥിതിക്ക് ഒരു റാമ്പാക്ക്. കൊച്ചു വലിയ മിടുക്കിയാണ് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ആരാണ്? ആണോ? ആൻഡ് ബ്ലാക്ക് ഗൗണില് ഭയങ്കര സുന്ദരി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു റൗണ്ട് അടിച്ചേ ചേച്ചി, ഇങ്ങനെ റൗണ്ട് ആക്കാം. ഓ സൂപ്പർ. ഇവിടെ ഇത്ര പേര് വന്നിട്ടേ ഞങ്ങൾ എല്ലാരും മോളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഫേവറേറ്റ് സിനിമ ഏതാ ഫഹദ് ഫാസിലിന്റെ? ആവേശം. ഓ ആവേശം ഫാൻകളാണ്. അപ്പൊ ആവേശത്തിൽ ഒരു പാട്ട് ഓക്കെ പാടാം. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തയവനെ ഇന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തു വെച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ തീർച്ചയായിട്ടും അതുകൊണ്ടല്ലേ മമ്മൂക്കിക്ക് ഡെഡിക്കേഷൻ ആയിട്ട് ഞങ്ങൾ സോങ് ഒരു 5 ആർട്ടിസ്റ്റ് ചേർന്നിട്ട് ഞങ്ങൾ ഒരു സോങ് മെഡ്ലി പോലെ റെഡി ചെയ്തിട്ടുണ്ട്. സോ അത് പെർഫോം ചെയ്യുന്നുണ്ട്. സോ യാ, രണ്ടുപേര് ഞങ്ങൾക്ക് വേണ്ടി പാടാം. ഷുവർ. ഒരു തമിഴ് പാട്ടാണ്. ഐ വിൽ ജസ്റ്റ് സിംഗ്. விழிமூடியோசித்தாலங்கேயும் வந்தாய் முன்னே முன்னே தனியாக பேசிடும் சந்தோஷம் தந்தாய் பெண்ணே பெண்ணே அடிது போல் மழைக்காலம் என் வாழ்வில் வருமா மழைக்கிளியே மழைக்கிளியே உன் கண்ணில் கண்டேனே விழி வழி விழி வழி நான் என்னை കണ്ടേനേ സെന്തേനേ. നമ്മുടെ സ്വന്തം മാംഗല്യത്തിലെ സ്നേഹക്കുട്ടിയാണ്. സ്വാഗതം. എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? അയ്യോ, മേക്കപ്പ്. അതാണ് സൗന്ദര്യത്തിന്റെ. എല്ലാ ഗേൾസും പറയും. ഞങ്ങൾ കുറച്ചു നേരമായിട്ട് പുട്ടി. അതെ. ആൻഡ് ഞാൻ ചോദിക്കുകയാണെ, ഇപ്പത്തെ സുന്ദരി വന്നത് കൊണ്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഒരു 5 പോസില് റാമ്പാക്കാം. വാത്സല്യം തുടങ്ങുന്ന മുഖമായിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന നമ്മുടെ സ്വന്തം നന്ദിനിയാണ്. റെഡ് കാർപ്പറ്റ് നമ്മുടെ സി കേരളം കുടുംബ അവാർഡ് ആദ്യത്തെ അവാർഡ് ഷോ ആണ്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷമൊക്കെ. സത്യം പറഞ്ഞാൽ സി കേരളത്തില് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന സീരിയലാണ് വാത്സല്യം. ഓക്കെ, ഇപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും നേരാണ്. ഇനിയും നല്ല കഥാപാത്രങ്ങൾ തേടിയെത്തട്ടെ. നമ്മൾ ഞെട്ടിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. അവാർഡുകൾ ഒരുപാട് കിട്ടട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ്. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. 2 സൂപ്പർ ഹിറ്റ് സീരിയൽസിലെ 2 നായികമാർ തമ്മിൽ ഇവിടെ ഏറ്റുമുട്ടാൻ പോകുന്നു. ഇതിൽ ആർക്കായിരിക്കും ആ മികച്ച ഹീറോയിൻ? ഫൈനൽ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ഒരു പുരസ്കാരം, 2 നായികമാർ. വിധി ആർക്കൊപ്പം? സി കേരളം കുടുംബം അവാർഡ് ഇന്നും നാളെയും രാത്രി 7 മണിക്ക്. കാറ്റിലെ നമ്മുടെ സ്വന്തം നളിനിയാണ് റെഡ് കാർപ്പറ്റിൽ ഇപ്പൊ ജോയിൻ ചെയ്യുന്നത്. സ്വാഗതം ചേച്ചി. താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും വിശേഷം? നല്ല വിശേഷം. നമ്മുടെ കുടുംബത്തിൽ ഇന്ന് വലിയൊരു ഫംഗ്ഷൻ നടന്നില്ലേ, അപ്പൊ ആ വിശേഷമാണ് ഇപ്പൊ പ്രത്യേകിച്ച് പറയാനുള്ളത്. അപ്പൊ ചേച്ചിനെ എപ്പോഴെങ്കിലും നേരിട്ട് കാണുവാണെങ്കിൽ അടുത്തിരുന്ന ഒരു പാട്ട് കേൾക്കുന്നത് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ ഒരു 4 വരി എനിക്ക് വേണ്ടിയിട്ട്. സമയം എന്നാലും കുഴപ്പമില്ല.
കാതരമാ മൃദുപല്ലവിയെങ്ങോ താപകമന്ത്രം ചൊരിയുകയായി ദ്വാപരമധുര സ്മൃതികളിലാരോ മുരളികയോതുമ്പോൾ അകതാരിൽ അമൃതലയമലിയുമ്പോൾ ആത്മാലാപം നുകരാൻ അണയുമോ സുഹൃദയ ജനനീ. ഇപ്പൊ ഞാനൊരു ഗെയിം തരാം. മലയാളം കുറച്ച് ബുദ്ധിമുട്ടാണ്, അപ്പൊ പിന്നെ ഞാനൊരു ടങ് ട്വിസ്റ്റർ കൊടുക്കാന്ന് വിചാരിച്ചു. ഞാനൊരു മലയാള വേർഡ് പറയും, അതൊന്ന് പറയാം. അത്രയുള്ളൂ. 3 times പറയണം. 3 times പറയണം. Yes. Okay. അരുതരുത് കുതിരേ. Sorry? അരുതരുത് കുതിരേ. അരുതരുത് കുതിരേ. 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 Yes. കുതിരേ. Yes. അരുതരുത് കുതിരേ. മുതിരരുത്. മുതിനരുത്. കുതിരേ. മുതിനരുത് കുതിരേ. അരുതരുത് കുതിരേ. മുതിനരുത് കുതിരേ. അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരേ. ഒരു 4 വരി പാടോ പ്ലീസ്? പുതുമഴയായി പൊഴിയാം മധുമയമായി ഞാൻ പാടാം. പുതുമഴയായി പൊഴിയാം മധുമയമായി ഞാൻ പാടാം. തടവിലെ കിഴികൾ തൻ കനവിലെ മോഹമാം പുഴയിലെ ഓലങ്ങൾ തേടും. പുതുമഴയായി പൊഴിയാം മധുമയമായി ഞാൻ പാടാം. ആക്ഷനെ കത്തി പറയാം, ഇവിടെ ഒരുത്തനും ആയിട്ടില്ല. ചേച്ചി, നമ്മുടെ സീക്കറില് ആദ്യമായിട്ടാണ് അവാർഡ് ഷോ വരുന്നത്. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അത്ര എക്സൈറ്റ്മെന്റ് ഉണ്ട് ഞങ്ങൾക്ക്. എത്രത്തോളം ഉണ്ട് സന്തോഷം? ഡെഫിനറ്റ്ലി നല്ല എക്സൈറ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ചാനലുകളിലും അവാർഡ്സ് ഉണ്ട്, പക്ഷേ സീയുടെ വരുമ്പോൾ പേര് പോലെ തന്നെ കുടുംബം അവാർഡ്സ് ആണ്. ലൈക്ക് നമ്മൾ ആർട്ടിസ്റ്റുകളായാലും എല്ലാവരും ചാനലായാലും എല്ലാവരും ഒരു കുടുംബം പോലെയാണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഞാൻ എന്ത് ചോദിച്ചാലും അതിന് ഓപ്പോസിറ്റ്, അതിന് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയണം. ഈ ഹെയർ ആരാ ചെയ്തത്? ഞാൻ നാട്ടിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നേ. ഇന്ന് കാക്കയൊക്കെ പറക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മഴ കുറവാണെന്ന് തോന്നുന്നു. എനിക്കത് മികച്ച നടിക്ക് ചേച്ചിക്ക് അവാർഡ് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു. ഊളംപറയിലേക്കുള്ള ബസ്സോ എനിക്കറിയില്ല. ഓക്കെ, ഇന്ന് എന്തിനാ ഇവിടെ വന്നേ? ഞാനേ മറ്റു ഫുഡ് കഴിക്കാനായിട്ട് അവിടുത്തെ അപ്പുറത്തുള്ള ഹോട്ടലിൽ പോയായിരുന്നേ. അന്നേരം കുറേ ആൾക്കാർ തെക്കോട്ടേക്ക് പോകുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വടക്കോട്ടേക്ക് പോകാന്ന്. മൂക്കുത്തി കൊള്ളാലോ. തുമ്മല് ഭയങ്കര പ്രശ്നമാണ്. ഇനിയിപ്പോൾ അലർജിയുടെ മരുന്നൊക്കെ വാങ്ങിക്കണം. മമ്മൂട്ടിയുടെ ഒരു കടുത്ത ആരാധികയാണല്ലോ. അപ്പം മമ്മൂട്ടിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗ്? കൊച്ചി പഴയ കൊച്ചിയല്ലാന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെയാ. അപ്പം ടിൻ ബേർഡ് ലെഗിൻസിന്റെ ഒരു സ്നേഹ സമ്മാനം കൂടെയുണ്ട്. താങ്ക് യു സോ മച്ച്. പ്രിയ താരങ്ങൾ കുടുംബനാഥനോടൊപ്പം. குடும்பத்தோடைய தலைவன் அந்த மம்முக்கா தான் இருக்க முடியும். ஜாக் ஃப்ரூட். പുഷ്പ ആദ്യം കണ്ടപ്പം ചക്കയായിട്ടൊക്കെ തോന്നിക്കാണും. താരറാണിമാരുടെ നർമ്മത്തിൽ ചാലിച്ച സുവർണ വാക്കുകൾ. വെളിയിൽ നിന്ന് മുള്ളുമുള്ളാ இருக்கும், ഉള്ള വന്ന് സ്വീറ്റാ இருக்கும். ചക്കയ്ക്ക് മുള്ളുണ്ട്, പക്ഷെ ഈ ചക്കയുടെ മുള്ളിന് വേദനയില്ല. സി കേരളം കുടുംബം അവാർഡ് ഇന്നും നാളെയും രാത്രി 7 മണിക്ക്. സി കേരളം ആദ്യമായിട്ടാണ് കേരളത്തിലൊരു അടിപൊളി ഷോ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ സാറിന് എന്താണ് പറയാനുള്ളത്? നല്ല കാര്യമല്ലേ? സിനിമയെ സംബന്ധിച്ച് ഇതൊക്കെ വലിയൊരു പ്രൊമോഷനാണ്. കാരണം സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഊർജ്ജമാണ് ഇങ്ങനത്തെ അവാർഡുകളും കാര്യങ്ങളും. ഇപ്പോൾ സീരിയൽ മേഖലയിൽപ്പെട്ടതായാലും സിനിമ മേഖലയിൽപ്പെട്ടതായാലും അവിടുത്തെ കലാകാരന്മാർക്ക് അവരുടെ പെർഫോമൻസിനനുസരിച്ചുള്ള ഒരു അംഗീകാരം. അത് പ്രത്യേകിച്ച് ഒരു ജനകീയ ചാനലുകൾ അതിന് മുന്നിട്ടിറങ്ങുമ്പോൾ ഭയങ്കര എനർജിയാണ്. റെഡ് കാർപ്പറ്റിൽ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് മിഴി 2 എന്ന സീരിയലിലെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന സ്വാതിയാണ്. സ്വാതി, സ്വാഗതം. അപ്പൊ ഞാനൊരു അക്ഷരം പറയും. എന്ത് ചോദിച്ചാലും ആ അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം സംസാരിക്കാൻ. റെഡിയാണോ? അപ്പൊ അക്ഷരം കാ. ഓക്കെ. പേരെന്താ? കാവ്യ. എവിടുന്ന് വരുന്നു? കടവന്ത്ര. എന്തിനാ ഇവിടെ വന്നെന്ന്? കടവന്ത്ര ഒരു അവാർഡ് നടക്കുന്നത്. ഇവിടെ എന്താ എല്ലാവരും കൂടി നിൽക്കണേ? കാറ്റ് കൊള്ളാനായിരിക്കണം.
ഈ ഡ്രസ്സ് എവിടെ വാങ്ങിയേ? കടയിൽ നിന്ന്. ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? കോഴി. എടാ, താനൊരു കോഴിയാണോ? ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ. ട്വിൻ ബേർഡ്സിന്റെ ഒരു സ്നേഹ സമ്മാനമുണ്ട്. നേരെ കയ്യോടെ പിടിച്ചു. സന്തോഷായില്ലേ? സന്തോഷായി. സുഭദ്രം സീരിയലിലെ നമ്മളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ആരതിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമ്മുടെ സി കുടുംബത്തില് ഒരാൾക്ക് ഈ നമ്മളെ ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കുന്ന മിൽമ പ്രൊഡക്ട്സിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് കൊടുക്കുവാണ്, അല്ലെങ്കിൽ ഇവരായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന പ്രൊഡക്റ്റ് എന്താണ്, എന്തുകൊണ്ടാണ്? ഓഫ് കോഴ്സ് ഞാൻ സുഭദ്രത്തിനകത്ത് സുഭദ്രയ്ക്ക് തന്നെ കൊടുക്കും. സ്നിഷ ചന്ദ്രൻ. അപ്പൊ നമ്മളുടെ റെഡി ടു ഡ്രിങ്ക് പാലട പായസം ദാ ഞാൻ ആരതിക്ക് കൊടുക്കുകയാണ്. ഹലോ, സുഖാണോ? സുഖം പോലെ. ആദ്യം സ്പിൻ ചെയ്യുക, എന്നിട്ട് അതിൽ വരുന്ന പ്രൊഡക്റ്റ് ആദ്യമായിട്ട് വാങ്ങിച്ചത് എപ്പോഴാണ്, പിന്നെ അതിന്റെ ഒരു അപ്ഗ്രഡേഷൻ എപ്പോഴാണ് നടന്നത്? ഞാൻ കണ്ടത് ഓർക്കാം. എൻ്റെ വീട്ടിലെ പഴയ കെൽട്രോണിന്റെ ഈ ആദ്യത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോക്സ് ടൈപ്പ് ഉണ്ടല്ലോ, ലൈക്ക് ഇങ്ങനെ മൈക്കയുടെ കവറുള്ളത്, നമ്മൾ ഇങ്ങനെ തുറക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആ പഴയ എന്നത്തെ കാലമാ. അപ്പൊ എന്തായാലും മൈജി ഓണം ചേഞ്ച് ആകൂ, വേറെ റേഞ്ച് ആകൂ. തന്മാത്രയിൽ നിന്ന് മധുര നൊമ്പര കാട്ടിലെത്തി നിൽക്കുന്ന നമ്മുടെ സ്വന്തം മീന ചേച്ചിയാണ് റെഡ് കാർപ്പറ്റിൽ ഇന്ന് ജോയിൻ ചെയ്യുന്നത്. സ്വാഗതം. താങ്ക് യു സുജിന. എല്ലാവർക്കും നമസ്കാരം. പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ പ്രേക്ഷകർ നമ്മൾ നേരിട്ട് കാണുന്നു. അവരുടെ ഒരു ലവ് സപ്പോർട്ട് എങ്ങനെയാ? അത് അനുഭവിച്ചൊരു മെമ്മറി ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എവിടെ പോയാലും ഒരു സ്നേഹത്തോടെയാണ് ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നത്. അവർക്ക് തോന്നുന്നത്, അവരെന്നെ കാണുമ്പോൾ അവർക്ക് തോന്നുന്നത് അവരുടെ വീട്ടിലുള്ള ഒരാൾ തന്നെയാണ്. അതുപോലത്തെ ഒരു ഫീലിംഗ് ആണ്. അത് ഞാൻ ഇവിടെ കേരളത്തിൽ മാത്രമാണ് ഞാനത് അനുഭവിച്ചത്. സോ ഐ എം റിയലി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. മെറൂൺ കൗണ്ടിൽ റെഡ് കാർപ്പറ്റിൽ തിളങ്ങി സി കേരളത്തിന്റെ സ്വന്തം അമ്മയാണ് ഇന്നെ കൂടെ ജോയിൻ ചെയ്യുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷമാണ്. ഇന്ന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ്. നമ്മുടെ സി കേരളത്തിലെ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് ഇന്നൊരു സുപ്രധാന ദിവസമാണ്. ശരിക്കും കാണാമല്ലോ, ഫുൾ ആഘോഷ രാവാണ്. മികച്ച സീരിയൽ ആർക്കായിരിക്കും കിട്ടുക? എല്ലാ സീരിയലും ഒന്നിനൊന്ന് മെച്ചമാണ്. പക്ഷെ എപ്പോഴും നമുക്ക് നമ്മുടെ സ്വന്തം സ്ഥാനത്തിലൂടെ ഒരു ചാകലം കിടക്കുമല്ലോ. സോ ഹോപ്പ്ഫുള്ളി ശ്യാമാംബരം ബാക്സ് മെനി അവാർഡ്സ്. നമ്മുടെ സി കേരളം കുടുംബ അവാർഡിൽ ഇന്ന് നമ്മൾ ഫേവറേറ്റ് കുറേ ഗസ്റ്റുകൾ വരുന്നുണ്ട്. ആൻഡ് ഒരു അവസരം കിട്ടാണ് നമ്മുടെ കൂടെ അടുത്തിരിക്കണം എന്ന് ആഗ്രഹിക്കണ ഒരു ഗസ്റ്റ് ഇന്നാളുടെ കൂടെ തന്നെ ഇരിക്കണം. അയ്യോ, അതിപ്പോൾ നമുക്ക് ഒരുപാട് പേര് വരുന്നുണ്ട്. അങ്ങനെ ഒരാളെ ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര എല്ലാവരുടെ അടുത്ത് കുറച്ച് സമയം ഇരിക്കണമെങ്കിൽ അത്രയും സന്തോഷം എന്നാണ് വിചാരിക്കുന്നത്. മമ്മൂക്ക, നമുക്ക് ഗസ്റ്റായിട്ട് മമ്മൂക്ക വരുന്നുണ്ട്. മമ്മൂക്കയുടെ ഒരു ഫേവറേറ്റ് ഡയലോഗ് എന്തെങ്കിലും പറയാൻ പറ്റും? ഞാനിവിടെ വീണ എൻ്റെ വീട് ഞാനിവിടെ വീണ എൻ്റെ കൂടെ വീണ എൻ്റെ കൂടെ വീഴാൻ 10 പേരുണ്ടാകും. ട്രോളരുത്. സി കുടുംബത്തിലെ ഒരാൾക്ക് ഈ ഡിസ്പ്ലേയിൽ കാണുന്ന ഒരു മിൽമ പ്രൊഡക്റ്റ് കൊടുക്കുവാണെങ്കിൽ ആർക്ക് കൊടുക്കും, എന്തുകൊണ്ടായിരിക്കും? ഞാൻ ഗിഫ്റ്റ് ചെയ്യാൻ പോണത് മിൽക്ക് ചോക്ലേറ്റ് ആണ്. അത് ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു സ്വീറ്റ് ടൂത്ത് എന്ന് പറയുന്നത് നിരഞ്ജനാണ്, എൻ്റെ മകനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അവന് ഗിഫ്റ്റ് ചെയ്യാനാണ് തീരുമാനിച്ചത്. നമ്മുടെ ഓണം നമ്മുടെ മിൽമയ്ക്കും. അതുല്യ പ്രതിഭയ്ക്കരികിലേക്ക് മഹാനടൻ. പലപ്പോഴും ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരങ്ങൾ കിട്ടുന്നില്ല. സി കേരളം എക്സ്ക്ലൂസീവ്. ഒരു പരിചയക്കാരൻ എന്ന് പറയാനെന്ന് ജനാർദ്ദൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ. ഈറനണിഞ്ഞ് കണ്ഠമിടറി മമ്മൂക്ക. മറ്റുള്ളവരോട് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കുണ്ടായ ഒരു ആത്മധൈര്യം. സി കേരളം കുടുംബം അവാർഡ് ഇന്നും നാളെയും രാത്രി 7 മണിക്ക്. ഇന്ന് റെഡ് കാർപ്പറ്റിൽ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ സി കേരളത്തിന്റെ സ്വന്തം അമ്മ നമ്മുടെ ശാരദാമ്മയാണ് ജോയിൻ ചെയ്യുന്നത്. സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നമ്മൾ എന്താ പറയുക, 2.5 വർഷം 3 വർഷത്തിന് ശേഷം സി അവാർഡ്സ് വീണ്ടും വന്നിരിക്കുന്നു. അതിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. നമ്മുടെ ഗസ്റ്റ് ആയിട്ട് മമ്മൂക്കയാണ് വരുന്നത്. മമ്മൂക്കയുടെ സിനിമ പണ്ട് ചെയ്ത ഒരാളാണ്. എങ്ങനെയുണ്ട് മമ്മൂക്ക വരുന്നതിന്റെ എക്സൈറ്റ്മെന്റ്? എങ്ങനെയാണ്? തീർച്ചയായിട്ടും മമ്മൂക്ക വരുന്നു. മമ്മൂക്ക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക വൈബാണല്ലോ. മമ്മൂക്ക വരുന്നത് ഭയങ്കര ഹാപ്പി. പിന്നെ എന്തെങ്കിലും അവാർഡ് വല്ലതും ഉണ്ടെങ്കിൽ മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം ഞാൻ ഇപ്പോഴും ഭൂതക്കണ്ണാടിയിൽ കൂടെ അറിയപ്പെടുന്നത് ഭയങ്കര ഒരു
വലിയ കാര്യമാണ് ഒറ്റ പടം കൊണ്ട്. പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പരയായ മായാമയൂരത്തിലെ ഗംഗയാണ് ഇന്ന് എന്റെ കൂടെ റെഡ് കാർപ്പറ്റിൽ ജോയിൻ ചെയ്യുന്നത്. സ്വാഗതം. താങ്ക് യു. മണിച്ചിത്രത്താഴിലെ ഗംഗയുടെ ആ ഒരു ക്യാരക്ടർ ഡയലോഗ് ഒന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? അല്ലേക്ക് ആഭരണം എടുക്കാൻ ഗംഗ ഇപ്പൊ പോണ്ട. ഞാൻ രാവിലെ പറഞ്ഞതല്ലേ, പിന്നെന്താ ഇപ്പൊ ഒരു മനമാറ്റം? പോണ്ടെന്നല്ലേ പറഞ്ഞത്? അതെന്താ അല്ലേക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? പോണ്ട. എന്താ ഞാൻ കൂടെ പോയാല്? വിടമാട്ടെ. അപ്പൊ നീ എന്നെ നിങ്ങ പോക വിടമാട്ടെ. അയോഗ്യ നായേ, എവളോ ധൈര്യം എടുക്ക ഇപ്പോ എൻ കൺമുന്നിൽ വന്ന് നിപ്പ്. ഇന്നേക്ക് ദുർഗാഷ്ടമി, ഉന്നെ ഞാൻ കൊന്ന് ഉൻ രക്തത്തെ കുടിച്ച് ആകെ നടത്തിടുവേ. രണ്ട് സൂപ്പർ ഹിറ്റ് സീരിയൽസിലെ രണ്ട് നായികമാർ തമ്മിൽ ഇവിടെ ഇതാ ഏറ്റുമുട്ടാൻ പോകുന്നു. ഇതിൽ ആർക്കായിരിക്കും ആ മികച്ച ഹീറോയിൻ? ഫൈനൽ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ഒരു പുരസ്കാരം, രണ്ടു നായികമാർ. വിധി ആർക്കൊപ്പം? സി കേരളം കുടുംബം അവാർഡ് ഇന്നും നാളെയും രാത്രി 7 മണിക്ക്. ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് രേഷ്മ, വിജിത് ആൻഡ് സുധാ നായർ. ഹലോ. യെല്ലോ, റെഡ്, ഗോൾഡ് എല്ലാം കൂടെ അടിപൊളിയായിട്ട് ഇപ്പൊ സ്പിൻ ചെയ്തോ. യെസ്, ലാപ്ടോപ്പ്. നമ്മളുടെ സി കുടുംബത്തില് ഒരാൾക്ക് മൈജി ഫ്യൂച്ചറിൽ നിന്ന് ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുക്കുവാണെങ്കിൽ ആർക്ക് കൊടുക്കും? ഞാൻ വേണമെങ്കിൽ എന്റെ പ്രൊഡ്യൂസർക്ക് കൊടുക്കും. സച്ചിയുടെ ഫേവറേറ്റ് മിൽമ പ്രൊഡക്റ്റ് ഏതാ? എൻ്റെത് എനിക്ക് ഐസ്ക്രീംസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറേ ഇഷ്ടം. അപ്പം നമ്മളുടെ സി കുടുംബത്തിൽ ഒരാൾക്ക് നമ്മളുടെ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു മിൽമ പ്രൊഡക്റ്റ് കൊടുക്കുവാണ് എന്നുണ്ടെങ്കിൽ ആർക്കാണ് കൊടുക്കുന്നത്, എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? ഞാൻ എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് സഞ്ജുവിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അവൻ കുറച്ച് ഷുഗറുള്ള കൂട്ടത്തിലാണ്, അതപ്പോൾ ഒന്ന് നന്നായി ഷുഗർ കയറിക്കോട്ടെ വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഓണം പ്രമാണിച്ച് നമ്മളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള മിൽമ റെഡി ടു ഡ്രിങ്ക് പാലട പായസം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? അപ്പം എങ്ങനെ ഉണ്ട് സംഭവം? ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. നമ്മളെ വീട്ടിലൊക്കെ വെക്കുന്നില്ലേ, സെയിം അതുപോലെ തന്നെ ഉണ്ട്. നമ്മുടെ ഓണം നമ്മുടെ മിൽമ. എന്താണ് നമ്മുടെ ഓണം നമ്മുടെ മിൽമ? വിറങ്ങലിച്ച് ദുരന്ത ഭൂമിയായി വയനാട്. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് അവരെ രക്ഷിക്കാനും സഹായിക്കാനും രക്ഷപ്പെടുത്താനും ഇറങ്ങിത്തിരിച്ച ആളുകളാണ്. സ്വന്തം അമ്മിഞ്ഞ പാൽ മറ്റു കുരുന്നുകൾക്ക് വേണ്ടി പകർന്ന കേരളത്തിന്റെ അമ്മ. ഇതിൽ കുടുക്ക പൊട്ടിച്ച് അവരുടെ സേവിങ്സ് കൊടുത്ത കുട്ടിയുണ്ട്. ഇവര് നമുക്ക് മാത്രമല്ല, ലോകത്തിന് തന്നെ വലിയ ഉദാഹരണങ്ങളാണ്. സി കേരളം കുടുംബം അവാർഡ് ഇന്നും നാളെയും രാത്രി 7 മണിക്ക്. സി കേരളം കുടുംബം അവാർഡ്സ് 2024 നമ്മളോടൊപ്പം ഉള്ളത് രമേശ് പിഷാരടി. ഹലോ. സുഖാണോ ചേട്ടാ? സുഖമാണ്. തനിക്ക് സുഖാണോ? എനിക്ക് സുഖമാണ്. അവാർഡ് എന്ന് കേൾക്കുമ്പോ ചേട്ടൻ ആദ്യം ഓർമ്മ വരുന്നത് എന്താ? അവാർഡ് എന്ന് കേൾക്കുമ്പോ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന ഒരു ഫലകമാണ്, ഒരു പ്രതിമ, അതാ ഓർമ്മ വരുന്നത്. കൊള്ളാം, അടിപൊളി. കാരണം നമുക്ക് അതിനു മുമ്പ് കിട്ടുന്ന സാധനങ്ങളൊക്കെ സമ്മാനം എന്നൊക്കെ അല്ലേ അറിയപ്പെടുന്നത്. സോപ്പ് പെട്ടി, പ്ലേറ്റ്, സാധനങ്ങളൊക്കെ എപ്പോഴായാലും ഒരു ഇങ്ങനെ ഇത് കിട്ടുമ്പോഴാണ് അതിനൊരു അവാർഡായിട്ടൊരു ആ വാക്കിനോട് ഒരു നീതി പുലർത്തുന്ന പോലെ തോന്നുള്ളൂ. അല്ലാതെ നമ്മൾ എത്ര തവള ചാടി കിട്ടിയ പാത്രമാണെങ്കിലും അവാർഡ് കിട്ടുമ്പോഴാണ്. അല്ല, ഞാൻ അങ്ങനെ തവളയാട്ടത്തിനൊന്നും പോയില്ല. ശരീരം അധ്വാനിച്ചിട്ടുള്ള പരിപാടികൾക്ക് ഇല്ലായിരുന്നു. ഹലോ. ഹായ്. സുഖം തന്നെ. സുഖല്ലേ? പിന്നെ ഭയങ്കര സുഖമാണ്. അപ്പൊ നമ്മുടെ ടർബോയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് എടുത്തിരിക്കുന്നത് സി ആണ്, സി കേരളമാണ്. അപ്പം ഈ ജെറി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് അത്രയും പ്രശ്നത്തിന്റെ കാരണം, അല്ലേ? അതെ. ആ പുള്ളി എന്തെങ്കിലുമൊക്കെ കട്ടുപിടിച്ച് ആ വഴിക്ക് പോയാൽ മതി. ഞാൻ ഒരു കാര്യമില്ലാണ്ട് ഇടപെട്ട്. മമ്മൂക്കയുടെ വലിയൊരു ആരാധകനാണെന്ന് എനിക്കറിയാം. അപ്പൊ മമ്മൂക്ക ചെയ്ത ഒരു സിനിമയിലെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടൊരു ഡയലോഗ് ഞാൻ ഇന്നിപ്പോ കളിക്കാൻ പോണ മധുരരാജയിലെ സോങ് ആണ്. ഓക്കെ, അതിലൊരു ഡയലോഗാണ് എന്റെ മനസ്സിൽ. ഓക്കെ. കേരളത്തിലെ ഏത് കൊച്ചുപിള്ളേരോട് ചോദിച്ചാലും പറയും അന്നും ഇന്നും എന്നും രാജയും രാജയുടെ പിള്ളേരും സ്ട്രോങ് ആണ്. ഡബിൾ സ്ട്രോങ് അല്ല, ട്രിപ്പിൾ സ്ട്രോങ്. നമ്മളും ട്രിപ്പിൾ സ്ട്രോങ് ആണൊക്കെ. ഓക്കെ, അപ്പൊ ഇത്രയും മസിൽ വെച്ചിട്ട് ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ ഡാൻസ് പെർഫോമൻസ് ഈ പറഞ്ഞ പോലെ ട്രിപ്പിൾ സ്ട്രോങ് ആണ്. സമ്മാനമുണ്ട്. മ്യൂസിക് പില്ലോ ആണ്, അതായത് പാട്ട് കേട്ടോണ്ട് ഉറങ്ങാൻ പറ്റും. സന്തോഷമില്ലേ?
ഇതൊരു നല്ലൊരു തോട്ടാണ്. കാരണം നമ്മൾ ലാസ്റ്റ് കിടക്കാൻ സമയത്ത് ഭയങ്കര റിലാക്സ് ആയിട്ടുള്ള നമുക്കിപ്പോൾ ഈ ചില നമ്മൾ മൈൻഡൊക്കെ റിലാക്സ് ചെയ്യുന്ന ടൈപ്പ് മ്യൂസിക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങാൻ പറ്റും. വല്ലാത്തൊരു തോട്ടായിപ്പോയി. പാട്ട് കേട്ടെന്ന് ഉറങ്ങാൻ പറ്റുന്നൊരു പില്ലോ. താങ്ക് യു റീപോസ്. സി കേരളം റെഡ് കാർപ്പറ്റിൽ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് സി കേരളത്തിന്റെ സ്വന്തം മകൻ വിഷ്ണു ചേട്ടനാണ്. സ്വാഗതം. ഞാനിപ്പോ സംസാരിക്കും പോലെ ലാലേട്ടന്റെ എവിടെയൊക്കെയോ കട്ടുണ്ട്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ലാലേട്ടനെ പോലെ? ഇത് പറഞ്ഞു ആൾക്കാർ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ രണ്ടുപേരും തെറി വിളിക്കാൻ ജനങ്ങൾ നോക്കി വെക്കും. വലിയ മനുഷ്യനായിട്ട് ഒരിക്കലും കമ്പയർ അങ്ങനെ ചിന്തിക്കേ വേണ്ട. എന്താ പറയാ, പറഞ്ഞിട്ടുണ്ട്. ലാൽ സാറിനെ പോലെ പറയാറുണ്ട്, പ്രഭു സാറിനെ പോലെ ഉണ്ടെന്ന് പറയാറുണ്ട്, അജു വർഗീസിനെ പോലെ ഉണ്ടെന്ന് പറയാറുണ്ട്, വിനീത് ശ്രീനിവാസ്, അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ സന്തോഷല്ലേ? വലിയ ആൾക്കാരുടെയൊക്കെ മുഖച്ചായുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ സന്തോഷാണ്. ഇവിടെ മറ്റു സീരിയലിലെ ആളുകളൊക്കെ വന്നപ്പോ പേര് പറഞ്ഞവരാണ് വിഷ്ണു എന്ന കഥാപാത്രം, ശാലിനി എന്ന കഥാപാത്രം. അവരായിക്ക് ഇത്തവണ അവാർഡുകൾ കൊണ്ടുപോവാന്നാണ് എല്ലാവരും പറഞ്ഞത്. എന്ത് തോന്നുന്നു? എനിക്ക് ഓൾറെഡി ഞാൻ അവാർഡ് കരസ്ഥമാക്കിയെന്ന് ഞാൻ ചിന്തിക്കുന്നത്, പോപ്പുലർ ഇതിലൊക്കെ കമന്റ്സ് വരുന്നത് വിഷ്ണു 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 എന്നിങ്ങനെ കാണുന്നുണ്ട്. അത് നിങ്ങൾ എല്ലാവരും കമന്റ്സ് ചെയ്ത് ഞാൻ കണ്ടു. അതിന് നിങ്ങളുടെ ഒരു സ്പെഷ്യൽ നന്ദി എത്ര പറഞ്ഞാലും തരില്ല. താങ്ക് യു. മമ്മൂക്കിനെ നേരിട്ട് കാണുകയാണെങ്കിൽ, അങ്ങനെ ഒരു അവസരം വരികയാണെങ്കിൽ എന്തായിരിക്കും മമ്മൂക്കിയുടെ ആദ്യം പറയാ? എന്തുകൊണ്ടാണ് താങ്കൾ ആക്ടർ ആവാൻ തെരഞ്ഞെടുത്തതെന്ന് എനിക്ക് കൗതുകമുണ്ട്. എന്താണ് റീസൺ എന്നുള്ളത്, എന്തായിരിക്കും അറിയാൻ ഒരു ആഗ്രഹമുണ്ട്. നമ്മളോടൊപ്പം ഉള്ളത് ഷീലു എബ്രഹാം, സെൻ, ദിൽവിപിൻ ജോർജ് ആൻഡ് സുധീർ. അപ്പം എന്താണ് വിശേഷം പറ? ഞങ്ങളുടെ ബാഡ് ബോയ്സ് എന്ന സിനിമ ഓണത്തിന് റിലീസ് ആവുകയാണ്. അപ്പൊ അതാണ് ഏറ്റവും വലിയ വിശേഷം. അതാണ് ഏറ്റവും വലിയ. ഇവരാണോ ബാഡ് ബോയ്സ്? ഓഫ് കോഴ്സ് അവരെ കണ്ടിട്ട് തോന്നില്ലേ? അതെ അതെ. ബാഡ് ബോയ്സിന്റെ എല്ലാ ഗെറ്റപ്പും ഇല്ലേ? ഉണ്ട്. പിന്നല്ലേ മെയിൻ ബാഡ് ബോയ് ഇപ്പം വരുന്നേ ഉള്ളൂ. അത് തന്നെ. ഷീലു ചേച്ചി ആസ് എ പ്രൊഡ്യൂസർ എങ്ങനെയുണ്ട്? കിടുവാണോ? ഞാൻ ഷീലൂസിനെ വിളിക്കണം. ഇപ്പൊ ഒന്ന് ബഹുമാനിച്ച് ഷീലു മാഡം എന്ന് പറഞ്ഞാണ്. അല്ല, എപ്പോഴും പറയാറുണ്ട്, അതായത് പരിചയപ്പെടുന്നതിന് മുമ്പും പരിചയപ്പെടുന്നതിന് ശേഷവും വേറൊരാളാണ്. അതായത് എല്ലാ കാര്യത്തിലും ആസ് എ പ്രൊഡ്യൂസർ, ആസ് എ ആക്ട്രസ്, ആസ് എ ഹ്യൂമൻ ബീങ്, അതാണ് എടുത്തു പറയേണ്ടത്. ആസ് എ ഹ്യൂമൻ ബീങ് ബെസ്റ്റ് ആണ് ഷീലൂസ്. നിങ്ങളുടെ നിത്യ, എല്ലാവർക്കും നമസ്കാരം. സോ ഐ എം വെരി എക്സൈറ്റഡ്. ഓൾ ദ ബെസ്റ്റ് ഫോർ എവ്രി വൺ. പെർഫോമൻസ് എന്തെങ്കിലും ഉണ്ടോ? യെസ്, എൻ്റെ ഒരു കപ്പൽ ഡാൻസ് ഉണ്ട്, ഒരു ചെറിയ ഒരു റൊമാൻറ്റിക് സോങ്. നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. അർജുൻ അശോകൻ അപ്പം നമ്മളുടെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ എന്താണ്, ഹൗ ഡു യു ഫീൽ? മോസ്റ്റ്ലി എൻ്റെ എല്ലാ പടവും, മിക്ക പടങ്ങളും സി കേരളത്തിലുള്ള ആളാണ്. അപ്പോൾ ഞാൻ സി കേരളത്തിലൊരു കുടുംബമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവരുടെ ഒരു അവാർഡ് പരിപാടി വരുമ്പോൾ അതിലേക്ക് ഫസ്റ്റ് ഗസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്, ഹാപ്പിയാണ്. അപ്പൊ പ്രേക്ഷകർ തന്ന ആ ഒരു സ്നേഹത്തിന്റെ അവാർഡ്, അതിനെ കുറിച്ച് എന്താ പറയാ? അവാർഡ് എന്ന് പറയുമ്പോൾ മനസ്സിൽ ആദ്യം വരുന്നത് എന്താ? അവാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പടം റിലീസ് ആവാൻ തന്നെ ഏറ്റവും വലിയ ദൈവഭാഗ്യമാണ്. കാരണം പല കാരണത്താൽ റിലീസാവാത്ത പടങ്ങളുണ്ട് എൻ്റെ. അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയ അവാർഡാണ്. പിന്നീട് പടങ്ങൾ ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യുന്ന പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമാണ്. പിന്നെ ഇതെല്ലാം ജഡ്ജ് ചെയ്തിട്ട് നമുക്കൊരു അവാർഡ് മേജറിൽ തരാന്നുള്ള അവാർഡ് എന്നുള്ള പേരിലുണ്ടല്ലോ, അത് കിട്ടിയിട്ടില്ല, കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഭയങ്കര വേഴ്സാറ്റൈൽ ആയിട്ടുള്ള ഒരു ആക്ടർ ആണെന്നാണ് അർജുൻ അശോകനെ കുറിച്ച് എല്ലാവരും പറയുന്നത്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സന്തോഷമുണ്ട്. നമ്മൾ ശ്രമിക്കണേന് ആൾക്കാർ പറയണ്ടല്ലോ, അതന്നെ ഏറ്റവും വലിയ കാര്യം. റെഡ് കാർപ്പറ്റിലേക്ക് കടന്നു വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം ആരതിക്കുട്ടിയാണ്. ഈ അഭിനയമല്ലാണ്ട് ഉള്ള ഒരു ഹിഡൻ ടാലന്റ് എന്താ? നമുക്കൊന്നും അറിയാത്ത ഒരു ഹിഡൻ ടാലന്റ് ഉണ്ടോ ആരതി? നന്നായിട്ട് ആഹാരം കഴിക്കും. ഹാൻസം സ്റ്റൈലിഷ് അരുൺ ചേട്ടനാണ്. ചേട്ടാ സ്വാഗതം. കുറെ ഫേവറേറ്റ് ആയിട്ട് നമുക്ക് ഒരു ആർട്ടിസ്റ്റ് വരുന്നുണ്ടല്ലോ. അപ്പം ആരുടെ കൂടെ കണ്ട് സംസാരിക്കണം, ഫോട്ടോ എടുക്കണം ആഗ്രഹിക്കുന്നത്? ഉറപ്പായിട്ടും മമ്മൂക്കയല്ല. അതിലിനി ചോദിക്കേണ്ട കാര്യമുണ്ടോ? മമ്മൂക്ക അടുത്ത് കാണാൻ പറ്റാന്നുള്ളത് തന്നെ വലിയൊരു കാര്യം. റീപോസ് മാറ്റേഴ്സിന്റെ ഒരു സ്നേഹ സമ്മാനം ഉണ്ട്. മ്യൂസിക് പില്ലോ ആണ്. പാട്ട് കേട്ട് ഉറങ്ങാം. മികച്ച സീരിയൽ, മികച്ച നടൻ, നടി എന്നൊക്കെ പറഞ്ഞ അവാർഡുകൾ ഉണ്ടല്ലോ. ആർക്കായിരിക്കും ഒരു മികച്ച സീരിയൽ ആർക്കായിരിക്കും കിട്ടുക? ഇപ്പൊ എല്ലാവർക്കും അറിയാം റേറ്റിംഗിൽ ഫസ്റ്റ് നിൽക്കുന്നത് കുടുംബശ്രീ ശാരദ തന്നെയാണ്. സോ ഇറ്റ് ഹാസ് ടു ബി കുടുംബശ്രീ ശാരദ, നോ ഡൗട്ട്. നമ്മളോടൊപ്പം ഉള്ളത് ഷീലു എബ്രഹാം. ഹലോ, സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് സി കുടുംബത്തിൽ ഈ സി കേരളം കുടുംബം അവാർഡ്സ് നടത്തുന്നത്. അപ്പം ഹൗ ആർ യു ഫീലിംഗ്?
വെരി ഹാപ്പി, ഭയങ്കര സന്തോഷമാണ്. സി കേരളം എപ്പോഴും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളൊക്കെ വളരെ എന്താ പറയുക പോസിറ്റീവായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കുടുംബമാണ് സി കേരളം. പിന്നെ ഞാൻ മാത്രമായിട്ടല്ല, നമ്മുടെ ഒരു സിനിമ ഓണത്തിന് റിലീസാവുന്നുണ്ട്, ബാഡ് ബോയ്സ് എന്നൊരു ചിത്രം. അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടും കൂടെയാണ് ഞാനിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. കൊട്ടാരം എന്ന സീരിയലിലെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന സരിത മാം ആണ്. സ്വാഗതം. ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടൈം ഏതാ മാം? ഏർലി മോർണിംഗ്. എനിക്ക് രാവിലെയാണ് എഴുതാനും വായിക്കാനും ഒക്കെ ഉള്ള സമയം എന്ന് പറയുന്നത്, എൻ്റെതായിട്ടുള്ള മീ ടൈം എന്ന് പറയില്ലേ. ഇനി റെഡ് കാർപ്പറ്റിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് മധുര നൊമ്പര കാറ്റിലെ വീണ. ഓക്കെ ഓക്കെ, അത് ഈസി ആയിരിക്കല്ലോ. അരുതരുത് കുതിരെ, മുതിരരുത് കുതിരെ, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരെ. അരുതരുത് കുതിരെ, മുതിരരുത് കുതിരെ, എന്തായിരുന്നു? അരുതരുത് കുതിരെ, മുതിരരുത് കുതിരെ, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരെ. ഓക്കെ. അരുതരുത് കുതിരെ, മുതിരരുത് കുതിരെ, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരെ. മമ്മൂക്ക അഭിനയിച്ച ഒരു സിനിമയിലെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗ്. കലിപ്പ് തീരണില്ലല്ലേ. ഇത് എന്നെ നോക്കി പറയാൻ എന്തായിരുന്നു കാര്യം? ജീവനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഹലോ, സുഖാണോ? അപ്പം മിൽമ പ്രൊഡക്ട്സിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഏതാ? മിൽമ നമ്മൾ പണ്ട് തൊട്ടേ നമ്മൾ എല്ലാവരും വീട്ടിലൊക്കെ വാങ്ങിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് പാലാണ് ഫെമിലിയർ. മിൽമയില് സി കുടുംബത്തിൽ ഒരാൾക്ക് നമ്മൾ ഈ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന പ്രൊഡക്ട്സിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് കൊടുക്കുവാണ് എന്നുണ്ടെങ്കിൽ ആർക്ക് കൊടുക്കും, എന്തുകൊണ്ട് കൊടുക്കും? ഞാൻ ചോക്ലേറ്റ് തന്നെ സെലക്ട് ചെയ്യാം. ഞാൻ ചോക്ലേറ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് മനീഷ ചേച്ചിക്കാണ്. നമ്മുടെ മറ്റൊരു നമ്മുടെ കാറ്റിലെ ക്യാരക്ടർ ചെയ്യുന്ന ആളാണ്, നളിനി എന്ന് പറഞ്ഞ ക്യാരക്ടർ. ചേച്ചിക്ക് ഷുഗർ ഉണ്ട്, അപ്പം നൈസായിട്ട് ചേച്ചി അത് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ മാറ്റിയൊക്കെ ഒളിപ്പിച്ചൊക്കെ വെക്കും. അപ്പോൾ ചോക്ലേറ്റ് ഞാൻ ചേച്ചിക്ക് ഡെഡിക്കേറ്റ് ചെയ്യും. സി കുടുംബം അവാർഡിന് വന്നപ്പോൾ നമ്മൾ കുടുംബസമേതം കുടിക്കാനായിട്ട് ഒരു ഫാമിലി പാക്ക് പാലട പായസം കൂടി തരാം. എന്തായാലും വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കുക. ഓണം പ്രമാണിച്ച് നമ്മളുടെ സ്വന്തം മിൽമയുടെ വക. മിൽമ പ്രൊഡക്ട്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഏതാ? അപ്പം സി കുടുംബത്തിൽ ഒരാൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം എന്ന് തോന്നുന്ന ഒരു പ്രൊഡക്റ്റ് ഏതാണ്, ആർക്കാണ്, എന്തുകൊണ്ടാണ്? മാംഗോ മിൽക്ക് ഷേക്ക്. ആർക്കാണ്, എന്തുകൊണ്ടാണ്? കാരണം അൽഫോൺസോ മാംഗോ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഓണം പ്രമാണിച്ച് മിൽമ റെഡി ടു ഡ്രിങ്ക് പായസം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓണം നമ്മുടെ മിൽമ, നമ്മുടെ ഓണം നമ്മുടെ മിൽമ. കേരളക്കര നെഞ്ചിലേറ്റിയ ഫേവറേറ്റ് കപ്പിളാണ് റെഡ് കാർപ്പറ്റിൽ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്തത് അർച്ചന ആൻഡ് സച്ചിൻ. വെൽക്കം. രണ്ടുപേരും സുന്ദരനും ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. സി കേരളത്തിന്റെ അവാർഡ് ഷോ ആയതുകൊണ്ട് മാത്രം ഒരു മേക്ക് ഓവർ നടത്തിയതാണോ? ഞാൻ ജനിച്ചപ്പോഴേ ഓൾറെഡി ഇപ്പോൾ ഫേവറേറ്റ് കപ്പിളായിട്ട് മാറിയിരിക്കുകയാണ് രണ്ടുപേരും. ഈ ആളുകളെ ഇത്രയധികം നമ്മൾ ചെയ്ത കഥാപാത്രത്തെ ഇഷ്ടപ്പെടുക ആൻഡ് നിങ്ങളെ ഒരുമിച്ച് ഫേവറേറ്റ് കപ്പിളായിട്ട് ചൂസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമല്ലേ? അതിനെങ്ങനെ കാണുന്നു? ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. ഓഫ്കോഴ്സ് നിങ്ങൾക്ക് ഒരുപാട് പ്രപ്പോസൽസ് ഒക്കെ ഫോണിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ വരുന്നുണ്ടാവും. ഇല്ലാന്ന് പറയരുത്. എനിക്ക് എന്തായാലും ഇല്ല, കാരണം ഞാൻ മാരീഡ് ആണെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. ഇവിടെ കുറച്ച് പറയുമ്പോ കൂടുതല് കുറച്ചുണ്ട്. അപ്പോഴേ ഓഫ്കോഴ്സ് ഈ പറയുന്ന ഫാൻസ് ഒരുപാട് പേരുണ്ടാവും. അപ്പം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. അപ്പം ഭാവിയിലെ പാർട്ട്ണറെ കുറിച്ചുള്ള ഒരു സങ്കല്പം, ഒരു 3-4 സങ്കല്പം പോരട്ടെ, എല്ലാവരും കാണുന്നുണ്ട്. അതെ അതെ, ഇത് വെച്ചിട്ട് അവർ നോട്ട് ചെയ്യാം. ആക്ച്വലി പിന്നെ വലിയ സങ്കല്പമൊന്നുമില്ല. പിന്നെ നമുക്ക് എന്താ പറയാ, ഒരു ഗിവ് ആൻഡ് ടേക്ക് ആയിട്ട് നമുക്ക് നമുക്ക് നമ്മളെ മനസ്സിലാക്കണം, തിരിച്ച് എനിക്ക് അങ്ങോട്ടും നമുക്ക് അങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. അത്രേ ഉള്ളൂ. അതാണ് അണ്ടർസ്റ്റാൻഡിങ് ആണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അണ്ടർസ്റ്റാൻഡിങ് ആണ് നമ്മളെ ഒരു പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് വിവാഹ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ മെയിനായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ആണ്. കാരണം നമ്മളറിയാത്ത ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് ആരും ഉണ്ടാവില്ല. അത് മീൻസ് എല്ലാവർക്കും നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവായിട്ടൊരു ഗുണങ്ങളുണ്ടാവും. ആ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അപ്പോൾ പ്രില്ലിൻ്റെ ഒരു സ്നേഹ സമ്മാനമുണ്ട് രണ്ടുപേർക്ക്, രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് വാങ്ങിക്കോളൂ. സന്തോഷം. ഇനി ഇത് കഴിഞ്ഞ് വഴക്കുണ്ടാക്കോ? ഇതിന്റെ ഉപയോഗം അർച്ചനയ്ക്കാണ്ടോ? എനിക്കല്ലല്ലോ ഉണ്ടാവും. സച്ചന പിടിച്ചോ. ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് വൈഷ്ണവിയാണ്. ഹലോ, ഹായ്. അപ്പൊ സ്പിൻ ചെയ്യുക.
വാഷിംഗ് മെഷീൻ. ഈ വാഷിംഗ് മെഷീൻ ഒരാൾക്ക്, സി കുടുംബത്തിൽ ഒരാൾക്ക് മൈജി ഫ്യൂച്ചറിൽ നിന്ന് ഗിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ ആർക്ക് കൊടുക്കും, എന്തുകൊണ്ട്? ഞങ്ങളുടെ സീരിയലിൽ രാജു എന്ന് ക്യാരക്ടർ ചെയ്ത അമൽ, അവൻ കുളിക്കത്തില്ല, നനയ്ക്കത്തില്ല. ഇതെങ്കിലും കിട്ടിയിട്ട് അവനൊന്ന് കഴുകിയിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരട്ടെ. ഓണമൊക്കെ അടിച്ചു പൊളിക്കാം. താങ്ക് യു. അതുല്യ പ്രതിഭയ്ക്കരികിലേക്ക് മഹാനടൻ. പലപ്പോഴും ഞാൻ ആലോചിക്കുമ്പോൾ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരങ്ങൾ കിട്ടുന്നില്ല. സി കേരളം എക്സ്ക്ലൂസീവ്. ഒരു പരിചയക്കാരൻ എന്ന് പറയാൻ അന്ന് ജനാർദ്ദൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ. ഈറനണിഞ്ഞ് കണ്ഠമിടറി മമ്മൂക്ക. മറ്റുള്ളവരോട് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കുണ്ടായ ഒരു ആത്മധൈര്യം. സി കേരളം കുടുംബ അവാർഡ് ഇന്നും നാളെയും രാത്രി 7 മണിക്ക്. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകും. അപ്പം മിഴി രണ്ടിലും സീരിയലിലെ ലച്ചു ആണ് നമ്മളോടൊപ്പം ഉള്ളത്. ഹലോ. ഹായ്. സുഖാണോ? സുഖമായിട്ട്. ഷോ ഒക്കെ എങ്ങനെ അടിച്ചു പൊളിക്കാണോ? യെസ്. കുറച്ച് ഓട്ടത്തിലൊക്കെ ആയിരിക്കും അല്ലേ? ചെറുതായിട്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഫൺ ആക്ടിവിറ്റി. ഓക്കെ, അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് സ്പിൻ ചെയ്യണം. സ്പിൻ ചെയ്തിട്ട് വരുന്ന ഗാഡ്ജറ്റ് ഏതാണോ അത് ആദ്യമായിട്ട് വാങ്ങിച്ച ഒരു മെമ്മറി, ഹെഡ്ഫോൺസ്. അപ്പൊ നമ്മുടെ സി കുടുംബത്തിലെ ഒരാൾക്ക് ഒരു ഹെഡ്സെറ്റ് മൈജി ഫ്യൂച്ചറിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ ആർക്ക് കൊടുക്കും? എൻ്റെ അമ്മായിമ്മയായിട്ട് ചെയ്ത ശ്രീദേവി അമ്മ. പുള്ളിക്കാരി ലൈക്ക് ആസ് എ ക്യാരക്ടർ ഭയങ്കര പാവമാണ്. സോ ഐ തിങ്ക് ആൾക്ക് കുറച്ച് അപ്ഗ്രേഡ് വേണ്ടി വരും. അപ്പം ആൾക്ക് പാട്ടൊക്കെ കേട്ട് ചില്ലടിക്കാൻ വേണ്ടി ഞാൻ ശ്രീദേവി അമ്മയ്ക്ക് അങ്ങ് ഹെഡ്സെറ്റ് കൊടുക്കും. അതെ, ചേഞ്ച് ആയിട്ട് വേറെ ലെവൽ ആവട്ടെ അല്ലേ? അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഒരു ഗിഫ്റ്റ് ഉണ്ട്. താങ്ക് യു. കടന്നു വരുന്നത് നമ്മുടെ സ്വന്തം ഹരിതയാണ്. സ്വാഗതം. നമ്മുടെ സി കേരളത്തിന്റെ ആദ്യ അവാർഡ് ഷോ ആണ്. ആ ഒരു സന്തോഷം, എക്സൈറ്റ്മെന്റ് ഒക്കെ ഞങ്ങൾക്കുണ്ട്. ആ സന്തോഷം എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത്? സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സി മഹോത്സവമാണ് നടക്കാറ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സിനെ കാണാൻ പറ്റും മറ്റുള്ള സീരിയലിൽ നിന്നുള്ള. ഇപ്പോൾ സി കുടുംബ അവാർഡ്സ് ആണ്. അപ്പോൾ എല്ലാവരും എന്തായാലും വരും, ഈവൻ ടെക്നീഷ്യൻസ് സഹിതം. അപ്പോൾ നേരത്തെ വർക്ക് ചെയ്തവർ, പിന്നെ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, പിന്നെ ഇതൊരു ഫൺ ആൻഡ് ഫാമിലി ആൻഡ് നമ്മൾ ഭയങ്കര ഒരു എൻ്റർടൈനിങ് ടൈമാണ്, ഈവൻ വിത്ത് ദ പ്രാക്ടീസ് ഓൾസോ. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സന്തോഷമായിട്ടിരിക്കും. ടർബോ ജോസ് ആയിട്ട് മമ്മൂക്കിയുടെ വലിയ ആരാധികയാണല്ലോ. അപ്പോൾ ഒന്ന് എനിക്ക് ടർബോ ജോസ് ആയിട്ട് ഒന്ന് കാണുന്നത്. ഞാനിവിടെ വീടാണ്, എൻ്റെ കൂടെ ഒരു 10 പേരെങ്കിലും. സി കേരളം കുടുംബം അവാർഡ് 2024 റെഡ് കാർപ്പറ്റ്.